16 കുടുംബ യൂണിറ്റുകളുണ്ട്. പള്ളി പാരിഷ് കൗൺസിൽ അംഗങ്ങൾ 34 പേരുണ്ട്. സാമ്പത്തിക കമ്മിറ്റി 5 അംഗങ്ങളാണുള്ളത്. ഇപ്പോൾ പള്ളിയുടെ കീഴിൽ 3 സ്ഥാപനങ്ങളാണുള്ളത്. 1 പോയൽ കപ്പൂച്ചിൻ ആശ്രമം, 2 വിക്ടറി കോൺവെന്റ്, 3 മൺഫാർട്ട് സ്കൂൾ. ഇത് നമുക്ക് 2 വൈദികരാണ്. ദേവാലയത്തിൽ നിന്ന് 2 വൈദികരാണ് ഉള്ളത്. ഒന്ന് വിൻസെന്റ് പാർക്കലച്ചനും ബഹുമാനപ്പെട്ട വിജോസ് മുള്ളൂറച്ചനും, കൂടാതെ 3 സിസ്റ്റേഴ്സും നമുക്കുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട മേരി ലിറ്റിൽ, 2 സിസ്റ്റർ ബ്രസി, 3 സിസ്റ്റർ ഡയാന. 10 സംഘടനകൾ ACYM, CML, വിൽസൺ ഡിപ്പോള് എന്നിവ നമ്മുടെ പള്ളിയിൽ പ്രവർത്തിക്കുന്നു. മതബോധനത്തിന് 24 അധ്യാപകരും 162 കുട്ടികളുമുണ്ട്. ലോഗോസ് രൂപതാ തലത്തിൽ D വിഭാഗത്തിൽ 1ാം സ്ഥാനവും 3ാം സ്ഥാനവും നമ്മുടെ പള്ളിക്ക് ലഭിച്ചു. കൊറോന തലത്തിൽ തമിഴിന് 3ാം സ്ഥാനവും ലഭിച്ചു. 2023 ജൂൺ 3-ാം തീയതി ജോസ് ദിലീപച്ചൻ വികാരിയായി സ്ഥാനമേറ്റു. പള്ളിയുടെ പ്രധാന തിരുനാളുകൾ: ജനുവരി ആദ്യത്തെ ആഴ്ച പുള്ളി ഈശോയുടെ തിരുനാളും, മാർച്ച് 19 യൂസഫ് പിതാവിന്റെ കൂട്ടു തിരുനാളും, സെപ്റ്റംബർ 30 വിശുദ്ധ പാത്രിക്കയുടെ തിരുനാളുകളും. ഇപ്രാവശ്യം മുതൽ ഉണ്ണീശോയുടെ തിരുനാളിനോടനുബന്ധിച്ച് 1 മാസത്തെ നവേന പ്രാർത്ഥനയിൽ ഈശോയുടെ രൂപം എല്ലാ യൂണിറ്റിലും പ്രദക്ഷിണമായി കൊണ്ടുപോയി വിളംബരം നടത്തുകയും ചെയ്തു. മാർച്ച് 19 പതാക സെന്റ് ജോസഫ് യൂണിറ്റിൽ നിന്നും കൊണ്ടുവന്നു. മാർച്ച് 19 വിശുദ്ധ യൂസഫ് പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ യൂണിറ്റുകളിൽ നിന്നും നറുക്കിട്ട് തീരുമാനിച്ച തിരുക്കുടുംബത്തിന് സദ്യ വിളമ്പിക്കൊണ്ടാണ് കൂട്ടന്റെ അർച്ച നടന്നത്. അന്ന് 15 രോഗികളായിട്ടുള്ളവർക്ക് ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഊണ് എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടുതൽ കുടുംബങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുവാൻ തീരുമാനിച്ചു. അന്ന് പുത്തേടിയിലുള്ള ഒരു കുടുംബനാഥന് നടക്കാൻ സ്വാധീനമില്ലാത്ത ആ കുടുംബനാഥന് ഒരു കാല് സ്പോൺസർ ചെയ്തു. 2023 നവംബർ 19 ദിവ്യകാരുണ്യ ദിനം വളരെ ആഘോഷമായി ആചരിച്ചു. 22ഓളം വൈദികരാണ് അന്ന് ദിവ്യബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ജനുവരി 4 സന്യസ്തരുടെ ദിനം ആചരിച്ചു. ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പിതാവിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ വെച്ച് നടത്തപ്പെട്ട വന്യമൃഗശല്യത്തിനെതിരായ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനത്തിൽ 22ഓളം പേർ പങ്കെടുത്തു. ഇക്കാലയളവിൽ ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ